ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സദ്യ സ്പെഷ്യൽ മത്തൻ വൻപയർ എരിശ്ശേരിയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് 1/2 കിലോ പഴുത്ത മത്തൻ ഇതേമാതിരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു 100 ഗ്രാം വൻപയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്, ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. 1 മണിക്കൂർ നമ്മളൊരു മിതമായ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. കുക്കറിൽ ഒരു 3 വിസിലടിച്ചാൽ നന്നായി വെന്ത് കിട്ടും. മത്തൻ ഇതേ വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ആ വലിപ്പം വേണം. കണ്ടില്ലേ, വൻപയർ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു അരമുറി, വലിയ അരമുറി നാളികേരം 2 പോർഷനാക്കി വെച്ചിട്ടുണ്ട്. ഒരു പോർഷൻ വറുക്കാനും ഒരു പോർഷൻ അരയ്ക്കാനാണ്. അപ്പോൾ മത്തൻ കഴുകി ഒരു കടായിലേക്ക് ചേർത്ത് കൊടുത്തു. അതിൻ്റെ താഴെ അല്പം താഴെ നിൽക്കുന്ന മാതിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതായത് ഒരു 1/2 കപ്പ് വെള്ളം മാത്രം മതി, മത്തൻ പെട്ടെന്ന് വെന്തോളും. ഒരു 3 പച്ചമുളക് കീറി ഇട്ട് കൊടുത്തു. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂണിലധികം മുളക് പൊടിയും ചേർത്ത് നമ്മളിത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ മുളക് പൊടി ചേർക്കാതെ നമുക്ക് മത്തൻ എരിശ്ശേരി ഉണ്ടാക്കാം. പച്ചമുളകും കുരുമുളക് പൊടിയും ചേർത്തിട്ടും ഉണ്ടാക്കാം. ഇതിൽ നമ്മൾ പച്ചമുളകും മുളക് പൊടി അല്പം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. നന്നായി തിള വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് 5-6 മിനിറ്റ് നമ്മൾ വേവിച്ചെടുത്താൽ മതി. എല്ലാവർക്കും അറിയാം മത്തൻ്റെ വേവ്. ഞാൻ ഒരു 6 മിനിറ്റോളം അടച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് അരപ്പൊന്ന് തയ്യാറാക്കാനായിട്ട് ബാക്കി തേങ്ങ പകുതി മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് ഒരു 1/4 സ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുത്ത് ഒരല്പം വെള്ളമൊഴിച്ച് ഒന്ന് തരിതരിയായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതേവരെയാണ് നമ്മൾ അരച്ച് കിട്ടിയിരിക്കുന്നത്. ഞാനത് വേറെ ബൗളിലേക്ക് മാറ്റി കാണിച്ചു തരാം. ഇതാ ഈ ഒരു പാകത്തിന് തന്നെ ആയിരിക്കണം നമ്മുടെ എരിശ്ശേരിക്ക് തേങ്ങ അരയ്ക്കേണ്ടത്. 6 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും മത്തൻ്റെ വേവൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വൻപയർ നമ്മൾ ഒരു രാത്രി മുഴുവനൊന്നും വെള്ളത്തിലിടേണ്ട ആവശ്യമില്ല. 1 മണിക്കൂർ ഒരു മിതമായ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കുക്കറിൽ അടിച്ചാൽ മതി. 2-3 വിസിലടിച്ചാൽ തന്നെ വെന്ത് കിട്ടും. ഇതെല്ലാം നമ്മൾ പരീക്ഷിച്ച് വിജയിച്ചുകൊണ്ടാണ് പറയുന്നത്. വൻപയർ ചേർത്ത് ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് നമ്മൾ ആ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അരപ്പാണിതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യം. ഒരുപാട് തേങ്ങ കൂടുതൽ അരയ്ക്കാൻ പാടില്ല. അതേമാതിരി അരപ്പ് വളരെ മിതമായ തരിതരിയായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇല്ലെങ്കിൽ ആ മത്തൻ കുഴഞ്ഞ മാതിരി ഇരിക്കും. ഇനി അതിലേക്ക് പോരാത്ത ഉപ്പ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തു. അപ്പോൾ 1/2 കിലോ മത്തനുള്ള ഒരളവാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഇനി അതിലേക്ക് വേണ്ടത് 1/4 സ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ അതുകൂടി ചേർക്കുമ്പോൾ നല്ലൊരു രുചിയാണ്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ വെള്ളം ഒന്നുകൂടി വറ്റി വരാനുണ്ട്. ഇനി അതിലേക്ക് ഒരല്പം പഞ്ചസാര. അതായത് മത്തന് ഒരു മധുരം ഉണ്ടാവും, എന്നാലും പഞ്ചസാര കൂടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മധുരം കറക്റ്റായിട്ടൊന്ന് ഫീൽ ചെയ്ത് കിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ പാകമായി. ഇപ്പോൾ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി. ചൂടാറി വരുമ്പോൾ ഒന്നുകൂടി ടൈറ്റ് ആവും. ഇനി നമുക്ക് വറുത്തിടാനായിട്ട് ഒരു കടായി അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് എണ്ണ ചൂടാകുന്ന സമയത്ത് ഒരു 1/2 സ്പൂൺ അളവിൽ കടുക്. അപ്പോൾ ഇതിൻ്റെ വറവാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇനി 2-3 വറ്റൽമുളക് ഇതേപോലെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ഒരു 4 വെള്ളുള്ളി ചതച്ചതാണ്. ഈ വെള്ളുള്ളി ചതച്ച് വറുത്ത് ചേർക്കുന്ന സമയത്ത് മത്തനിൽ നല്ലൊരു രുചിയും മണവും ഉണ്ടാവും. മത്തൻ കറി വയ്ക്കുമ്പോഴേ നമ്മൾ തേങ്ങ അരപ്പിനോടെ വെള്ളുള്ളി ചേർക്കാവുന്നതാണ്. ഇനി ആ നാളികേരം ബാലൻസ് ഉള്ളതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബ്രൗൺ നിറമായി വറുത്തെടുക്കണം. അപ്പോൾ ഈ വറവ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് വറുക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുക്കണം. ഇനി ഒരല്പം കൂടി വെളിച്ചെണ്ണ ഞാൻ അതിലേക്ക് ഇറ്റിച്ച് കൊടുത്തു. ഇനി ഒരു 2 തണ്ട് കറിവേപ്പില കൂടി അതിലേക്ക് ചേർത്ത് അതുകൂടി ഒന്ന് വറന്ന് വരട്ടെ. ഈ സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മത്തൻ വൻപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരിക്കലും ഈ കറിയുടെ മേലെ നമ്മൾ വറവിടുന്നതിനേക്കാൾ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാക്കുക. അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്നുകൂടി വറ്റി ആ മസാലയൊക്കെ അതിലേക്ക് ആ വറവ് ഒക്കെ ചേർന്ന് നല്ല സെറ്റായി വരും. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ പാകം. ഇലയിൽ വിളമ്പുന്ന ഒരു പാകമാണ് നമ്മൾക്ക് വേണ്ടത്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി അടച്ചു വെച്ചു. നല്ല അടിപൊളി ടേസ്റ്റുള്ള എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനത് തുറന്നു നോക്കി. ഇപ്പോൾ ഈ ഒരു പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലേ, നല്ല സൂപ്പർ എരിശ്ശേരി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഈ ഓണത്തിന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെള്ളിലേക്കൊന്ന് വറുത്ത് ചേർത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനത് വേറെ പ്ലേറ്റിലേക്ക് ഇതാ പാകത്തിൽ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നുകൂടി പറയുന്നു, ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി മത്തൻ എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഈ രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്കിന്ന് ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു മത്തൻ എരിശ്ശേരി മാത്രം മതി. അപ്പോൾ സൂപ്പറായില്ലേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.